വാർത്തയിലേക്ക് വീണ്ടും. രാജ്യത്ത് കോവിഡ് രോഗികൾ 5000-ന് മുകളിൽ. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 5364 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 4 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. കേരളത്തിൽ 24 മണിക്കൂറിനിടെ 2 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, രോഗികൾ 5000-ന് മുകളിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കടുത്ത ജാഗ്രതയിലേക്ക് നീങ്ങേണ്ട ഒരു സിറ്റുവേഷനിലാണോ രാജ്യം എത്തിച്ചേർന്നിട്ടുള്ളത്? ദിവ്യ, എന്നാലും ഇന്ന് 5364 ആക്റ്റീവ് കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ 498 കേസുകളുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ 1679 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 192 പേരാണ് സംസ്ഥാനത്ത് രോഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 4 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലാണ് 2 മരണങ്ങൾ. അതിൽ 74ഉം 79ഉം വയസ്സുള്ള ഒരു വയോധികയും ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബ്, അതുപോലെ ബംഗാൾ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളും കോവിഡ് വ്യാപനം ഇപ്പോൾ വലിയ തോതിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 5000 കടന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പടരുന്ന വകഭേദം ഒമിക്രോണിന്റെ വകഭേദമാണ്. പക്ഷേ അത് മറ്റെന്തെങ്കിലും രോഗമുള്ളവർക്കാണ് കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു സാഹചര്യം ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ചില സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾക്ക് സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ളത്. മരണം രേഖപ്പെടുത്തുന്നതും കേരളത്തിലാണ്. ബാക്കി സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള വലിയ പരിശോധന ഇല്ലാത്തത് കൊണ്ടാണ് സംസ്ഥാനങ്ങളിലെ ബാക്കി കണക്കുകൾ കുറവ് വന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു ഉയർന്ന തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ പടരുന്ന വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും അത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്തായാലും കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. കോവിഡ് രോഗികളുടെ എണ്ണം 5000 കടന്നിരിക്കുകയാണ്. അതിൽ 31% കേരളത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 4 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.